പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ലക്ഷ്യം എന്താണ്? പ്രതിഫലവും ശിക്ഷയും ഒന്നും നമ്മുടെ ലക്ഷ്യമാകരുത്. സ്വർഗം, നരകം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യം വേണ്ടത്. നാം അള്ളാഹുവിൻ്റെ അടിമകളാണ്. നാം അള്ളാഹുവിൻ്റെ തൊഴിലാളികളല്ല, കൂലി വേലക്കാരല്ല. അടിമയ്ക്ക് സ്വന്തമായി ഒന്നും ഇല്ല. നമുക്ക് വല്ല ഇബാദത്തും ചെയ്യാൻ കഴിയുന്നത് പോലും അള്ളാഹു അനുഗ്രഹിച്ചതുകൊണ്ട് മാത്രമാണ്. യജമാനനും അടിമയും തമ്മിൽ ബാധ്യതകളും അവകാശങ്ങളും കണക്ക് കൂട്ടിയാൽ അടിമയ്ക്ക് എന്തുണ്ട്? അതിനാൽ ഇബാദത്തുകൾ യജമാനന് ചെയ്യുന്ന നന്ദി പ്രകടനമായും ദാസ്യവേലയായും കാണണം. കാരണം നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്. ശിക്ഷ ഭയന്നല്ല തെറ്റിൽ നിന്ന് അകലുന്നത്. കൂലി മോഹിച്ചല്ല നന്മ ചെയ്യുന്നത്. സ്വർഗവും നരകവുമല്ല, മറിച്ച് അള്ളാഹുവാണ് ലക്ഷ്യം. സ്വർഗത്തിനു വേണ്ടി നന്മ ചെയ്യുന്നവൻ സദ്യക്ക് വേണ്ടി വിരുന്നു വരുന്നവനെ പോലെയാണ്. പറഞ്ഞു മനസ്സിലായോ? കൂലിക്ക് വേണ്ടി, പ്രതിഫലത്തിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവൻ സദ്യക്ക് വേണ്ടി വിരുന്നു വരുന്നവനെ പോലെയാണ്. വൃക്ഷം നടുന്നതിൻ്റെ ലക്ഷ്യം ഫലം കിട്ടുക, എന്തെങ്കിലും കായ്കനികൾ കിട്ടുക എന്നുള്ളതാണ്, നിഴലല്ല. പക്ഷേ നമ്മളൊരു വൃക്ഷം നടുന്നതിലൂടെ അത് വളർന്നു വലുതാകുമ്പോൾ സ്വാഭാവികമായും ലഭിക്കുന്നതാണ് അതിൻ്റെ നിഴൽ അല്ലെങ്കിൽ അതിൻ്റെ തണൽ. അത് നമുക്ക് കിട്ടിയിരിക്കും. അള്ളാഹു മാത്രമാണ് നമ്മുടെ ഇബാദത്തിൻ്റെ ലക്ഷ്യം, സ്വർഗമല്ല. എന്നാൽ സ്വർഗത്തിലാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടാനാവുക. അപ്പോൾ സ്വർഗം ചോദിക്കുന്ന ഒരു വിശ്വാസിയുടെ ഉന്നം എന്തായിരിക്കണം? അള്ളാഹുവാണ്. അപ്പോൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇബാദത്തുകൾ ചെയ്യാൻ എല്ലാവരും തയ്യാറായി കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന അള്ളാഹുവാണ് നാം ഏവരുടെയും ലക്ഷ്യമായിട്ട് വേണ്ടത്. ഇബാദത്ത് എന്ന് പറയുന്നത് നിങ്ങൾ കൂലിക്ക് വേണ്ടി ചെയ്യുന്ന ഒന്നാവരുത്. അത് നിങ്ങൾ ചെയ്യുന്നത് ഒരു പ്രതിഫലേച്ഛ. എന്തായിരിക്കണം പ്രതിഫലം? അള്ളാഹുവിനെ കാണുക, അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളതായിരിക്കട്ടെ നിങ്ങളുടെ ഏവരുടെയും ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. പതിവ് പോലെ മറ്റെല്ലാ വീഡിയോകളിലും പറഞ്ഞതുപോലെ ഇതിലും പറയുന്നു, നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാനും വിനയത്തോടു കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.